സോ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അപ്പാപ്പൻ നമ്മുടെ അകത്തുള്ള ഒരു വൺ ഓഫ് ദ ഒരു എൽഡർ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ്. സോ അതിൻ്റെ റെസ്പെക്റ്റ് നിങ്ങളെല്ലാവരും കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇനിയുള്ള നമ്മുടെ വാറെല്ലാം ലൈക്ക് ലീഡ് ചെയ്യണത് അപ്പാപ്പനായിരിക്കും കുറച്ച് ദിവസത്തേക്ക്. സോ നമുക്ക് ഓഫ്ലൈനിൽ കുറച്ച് കാര്യങ്ങൾ അല്ലാതെ സെറ്റ് ചെയ്യാനുണ്ട്. പക്ഷേ കോൾസ് എല്ലാം കൊടുക്കുന്നത് നമ്മുടെ മെയിൻ കോൾസ് ഹെലി കോൾസും എല്ലാം ഇനി തൊട്ട് അപ്പാപ്പനായിരിക്കും കൊടുക്കുന്നത്. സോ വാർ കളിക്കുന്ന സമയത്ത് നിങ്ങൾ കോൾസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ആൻഡ് ചന്ദ്രൻ ഉണ്ടെങ്കിൽ ചന്ദ്രൻ, അല്ലെങ്കിൽ ഞാനുണ്ടെങ്കിൽ ഞാനുള്ള സമയത്ത് നമ്മൾ ഇതായിട്ട് സംസാരിച്ചോളാം. എല്ലാവരോടും ഓവർലൂപ്പ് ആവരുത്. കാരണം നിങ്ങൾ പുതുതായിട്ട് വന്ന ആൾക്കാർക്ക് സംസാരിക്കാൻ റോളില്ല എന്നുള്ളൊരു കാര്യമല്ല ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് സജഷൻ ഇല്ല അണ്ണാ, വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇത്രയും നാള് കളിച്ചൊരു ഗ്യാങ് എനിക്ക് അറിയത്തില്ല എങ്ങനെയാന്ന്. പക്ഷെ ഞങ്ങളുടെ ഇവിടെ ഞങ്ങള് ഹൈറാർക്കി ബേസ് ചെയ്തിട്ടും നിങ്ങൾക്ക് സംസാരിക്കാൻ ബാഡല്ലോ, മനസ്സിലായോ? അതായത് നമ്മള് ഹൈറാർക്കി ബേസ് ചെയ്തിട്ട് നമ്മളൊരു ഫാമിലി പോലെയാണ് ഇത്ര നാള് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ നിങ്ങളിൽ നിന്ന് ഞങ്ങളത് എക്സ്പെക്ട് ചെയ്യും എന്തായാലും, മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങൾക്ക് അതായിട്ട് നിങ്ങൾ മാച്ചപ്പ് ആയി പോകാൻ ടൈം എടുക്കോ എന്ന് കാര്യമൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഞങ്ങൾ ഇങ്ങനെയാണ്, ഇവിടെ ഇങ്ങനെയാണ്. എന്താ വെച്ചാൽ അത് ഒരു പെട്ടെന്ന് ഒരു ദിവസം മാറ്റുക എന്നുള്ളൊരല്ലടാ. നിങ്ങൾ എത്രത്തോളം അഡാപ്റ്റീവ് ആവുന്നത്, നിങ്ങൾക്ക് ഫീൽ ബാഡ് ആവരുത്. നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പം നിങ്ങൾക്ക് ഫീൽ ബാഡ് ആവുക എന്നുള്ളൊരു കാര്യമല്ല. നിങ്ങൾക്ക് ഫീൽ ബാഡ് ആവുകയാണെങ്കിൽ സ്ട്രെയിറ്റ് ഔട്ട് ദ ഫേസ് ഞങ്ങളോട് പറയാം, അങ്ങനെ പറഞ്ഞത് ശോകമായ എണ്ണ, അല്ലെങ്കിൽ ഇതാണ് എൻ്റെ POV ഇതാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. ഓൾറെഡി ഉള്ള മെമ്പേഴ്സ് കുറേ പേർക്ക് അറിയാം. നിങ്ങൾ പുതുതായിട്ട് വന്നവരുടെ കാര്യമാണ് പറയണത്. നിങ്ങൾ ആ ഒരു മൈൻഡിൽ എടുക്കാവൂ. നമുക്കറിയാം നിങ്ങളെല്ലാം പലയിടത്തു നിന്ന് വന്നുകൊണ്ട് ആ ഒരു സിനർജി ബിൽഡ് ചെയ്യാൻ നമുക്ക് കുറച്ച് പാടാം. അപ്പോൾ അത് ബിൽഡ് ചെയ്തെടുക്കുക എന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയും കൂടെയാണ്. അപ്പോൾ ഈ പറയണത് പോലെ നിങ്ങളും കൂടെ അതിന് ഞങ്ങളുടെ അടുത്ത് സഹകരിച്ചാൽ മാത്രമേ ഒരു നല്ല ഗ്യാങ് ആയിട്ടും നല്ല ഫാമിലി ആയിട്ടും നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. സോ അപ്പാപ്പൻ പറയണ കോൾസും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ലിസൺ ചെയ്യാനുള്ള മനസ്സ് കാണിക്കുക. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് എന്ത് പറയാനുണ്ടെങ്കിലും പുതിയതായിട്ട് വന്നവരോ പഴയവരോ എന്തോ ആയിക്കോട്ടെ, നമ്മളെപ്പോഴും തമാശയൊക്കെ പറയുമെങ്കിലും ഫിൽട്ടർ IG നമുക്ക് കെവിനുണ്ട് ഇവിടെ, സ്നൈപ്പ്, ബാക്കി സംസാരിച്ചുകൊണ്ടിരുന്ന കുറേ പേരുണ്ട്, ഹരിയുണ്ട്, ലീഡിയും, അങ്ങനെ കുറേ പേരുണ്ട്. ഇപ്പോൾ ഇൻ ആബ്സെൻസ് ഓഫ് AP അപ്പാപ്പനായാലും ഞാനാണെങ്കിലും ഡ്രീമർ ആണെങ്കിലും നിങ്ങൾക്കെല്ലാം ഇത് ക്യാരി ഫോർവേഡ് ചെയ്യാം. അല്ലാതെ ഞങ്ങളുണ്ടെങ്കിലേ Dreamer, who is that guy? ഐ മീൻ ചന്ദ്രനാണ് ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് ആർക്ക് വേണേലും ഇത് ക്യാരി ഫോർവേഡ് ചെയ്യാം. സോ അതിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ല. നമ്മളില്ലെങ്കിൽ നിങ്ങളൊക്കെ തന്നെയാണ് ഇത് കളിക്കേണ്ടത്. ഇന്ന് MG3 വാറിനാണെങ്കിലും ഞാൻ കണ്ട് ഹരിയൊക്കെ നന്നായിട്ട് കോൾ കൊടുക്കുന്നുണ്ടായിരുന്നു, നന്നായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ സംസാരിച്ച് കളിക്കുക. സ്നൈപ്പുണ്ട്, എല്ലാവരും അങ്ങോട്ടും ഇടും. എല്ലാവരോടും ഓവർലൂപ്പ് ആവാതെ നിങ്ങൾ കുറച്ച് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് കളിക്കുക. നമ്മളുള്ളപ്പോൾ നമ്മൾ നോക്കിക്കോളാം. എല്ലാ കാര്യത്തിനും ഇനി നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ടാവും. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. നമുക്കൊരു നല്ല ബിഗിനിങ് ഇവിടുന്ന് അങ്ങ് തുടങ്ങാം. ഓക്കെ അല്ലേ? ഞാൻ ഇത്ര എഴുതിക്കൊണ്ട് വന്നിട്ടുള്ള തീർന്നില്ല പേപ്പർ. അപ്പാപ്പൻ എന്തെങ്കിലും പറയാനുണ്ടോ? അപ്പാപ്പ നിങ്ങളൊക്കെ വല്ലതും പറയണുണ്ടോ? ഒരു 5 പേജാണ് ഞാൻ അസൈൻമെന്റ് ആണ് ഞാനിപ്പോ ഇവിടെ വായിച്ചു തീർത്തത്. നിങ്ങൾ വല്ലതും പറയണുണ്ടോ ഇവിടെ? വണ്ടി അപ്പാപ്പ പറ, അപ്പാപ്പ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ. ഇത് ശരിക്കും റിയൽ വാച്ചിങ് ആണോ ഗൈസ്? എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് സംശയം വരണം. പുതിയതായിട്ട് വന്നിട്ട് 10-17 പേര് ഫ്രണ്ട് നിൽക്കണ വല്ലതും പറയണം. കിക്കാരോട് ചോദിക്കും, ചൊട്ടിക്കാന്ന് പറ്റൂല. എനിക്ക് ഡേറ്റ അറിയണം. പിന്നെ പറഞ്ഞുതരാം. കിക്കാരോട് ചോദിക്കും. ചന്ദ്ര നീയെങ്കിലും എന്തെങ്കിലും പറയടാ. അപ്പാപ്പ സംസാരിക്കാം. അപ്പൊ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ സംസാരിക്കാം. അത് അവന്മാരുടെ അടുത്ത് ആ ഒരു കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താലേ അവർക്കും ആ ഒരു ഇത് മനസ്സിലാകത്തുള്ളൂ. പെട്ടെന്ന് ഇപ്പൊ ഒരു ദിവസം വന്നിട്ട് ഞാൻ അപ്പാപ്പനെ അനുസരിക്കാൻ പറഞ്ഞ അവർക്കും അത് ഒരു ഇതായിരിക്കും. ടു ബി ഓണസ്റ്റ് ആയിട്ട് ഞാൻ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് പറയണം അപ്പാപ്പൻ്റെ അടുത്ത്. അപ്പാപ്പൻ്റെ ഹൈറാർക്കി നമ്മൾ ഇവിടെ ആ ഒരു രീതിയിൽ എനിക്ക് കൊണ്ടുവരണമെന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയണത്. അപ്പാപ്പനും അപ്പോൾ അത് അവരുടെ അടുത്ത് ഇൻട്രാക്ട് ചെയ്ത് അത് കൊണ്ടുവരണം. അപ്പാപ്പൻ്റെ സൈഡിൽ നിന്ന് വേണ്ടുന്ന നമുക്ക് വേണ്ടുന്ന ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അതാണ്. അപ്പൊ അപ്പാപ്പ സംസാരിച്ചു അവരുടെ അടുത്ത്. ഒന്നുമില്ല പിള്ളേരെ, ഇത്രേ ഉള്ളൂ. നമ്മളിപ്പം പലരും പലയിടത്തുനിന്ന് വന്ന ആൾക്കാരാണ്, മനസ്സിലായി. ഇപ്പം പലരും നമ്മൾ കളിച്ചോണ്ടിരുന്നതും അല്ലെങ്കിൽ കളിച്ചോണ്ട് വന്നിരുന്ന ശൈലികളിലും വ്യത്യാസം ഉണ്ടാവും. എനിക്ക് പറയാനുള്ള ഇത്രേ ഉള്ളൂ.
നമുക്ക് ചിലപ്പോൾ ആദ്യത്തെ കുറച്ച് നാൾ കഠിനമായിരിക്കും, പക്ഷെ അതിൽ മനസ്സ് മടുക്കാതെ മുന്നോട്ട് തുഴഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് തുഴഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് ബാക്കിയുള്ളവരെക്കാട്ടിലും മുമ്പേ എത്താൻ സാധിക്കുന്നുള്ളൂ. സോ മാക്സിമം എല്ലാവരും നിങ്ങൾക്ക് പറ്റുന്ന പോലെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. പറയുന്ന കാര്യങ്ങൾ തെറ്റാണെന്നുണ്ടെങ്കിൽ, ഞാൻ പറയുന്നത് തെറ്റാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കറക്റ്റ് ചെയ്യാം, അതിൽ കുഴപ്പമൊന്നുമില്ല. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മനസ്സിൽ വെച്ചോണ്ടിരിക്കരുത്, എന്നുണ്ടെങ്കിലും നേരിട്ട് എന്നോട് വന്ന് തന്നെ സംസാരിക്കണം. ഒന്നും മനസ്സിൽ വെച്ചോണ്ട് അധികം നാളെ പോകരുത്. അതേപോലെ എന്തെങ്കിലും വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ മൂത്തൊരാൾ അത് പറയുന്നത് തെറ്റ് കാണുമ്പോൾ പറയുന്നതെന്ന് കണ്ട് മനസ്സിലാക്കുക, അത് മനസ്സിലോട്ട് എടുക്കാതിരിക്കുക. മനസ്സിലാടാ പിള്ളേരെ? ഗൈസ് ഒരു മിനിറ്റ്, നമുക്ക് പോകെ പോകെ എനിക്കിപ്പോ നിങ്ങളുടെ ആരുടെയും പ്ലേസിൽ എനിക്ക് അറിയത്തില്ല. നമ്മൾ പോകെ പോകെ ഒന്നോ രണ്ടോ വാരങ്ങളൊക്കെ കഴിയുമ്പോഴേക്കും പതുക്കെ പതുക്കെ ഓരോരുത്തർ കളിക്കുന്ന ശൈലികൾ എനിക്ക് മനസ്സിലാവുന്നതായിരിക്കും. നമുക്ക് അതനുസരിച്ചിട്ട് ഓരോ അഡ്ജസ്റ്റ്മെന്റ്സ് കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവാം. ഇത് കഴിഞ്ഞിട്ട് വിളിക്കാം, സംസാരിക്കട്ടെ. പറ. അപ്പൊ ഇന്ന് മാറില്ലേ? ഇത് വേറല്ലേ ഇന്നുണ്ടാവോ വാറുണ്ടാവോ എനിക്ക് അറിഞ്ഞൂടാ. എന്നാ ഇപ്പൊ ഇറങ്ങുമ്പോ തോക്കും പിടിച്ചേണ്ടി ഇപ്പോണ്ടായിരിക്കും. നമ്മളിത് കഴിയുമ്പോ ഒരു മീറ്റിംഗ് പറഞ്ഞ മീറ്റിംഗ് വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കാർത്തിക് ബ്രോ, ബ്രോ ഐ ആം റൈറ്റ് നൗ ലൈവ് ഓൺ കിക്ക് ആക്ച്വലി. ഹലോ, it's around like 29.9k people watching the stream. Is it real or not? അയ്യപ്പാ Hello? 9 6 9 Is it real or real watching, right? What the fuck? Bro, I'm so I don't know what to say, bro. Thank you. Please confirm that, okay? പുള്ളി അവരോട് ചോദിച്ചപ്പോ റിയൽ വാച്ചിങ് ആണെന്നാണ് അവര് പറയണേ. അടിച്ചിട്ടുണ്ടോ? 30,000 പേര് ഇവിടെ വന്നു അടിച്ചിട്ടുണ്ടെന്നാ പറയാറേ. ഹലോ ഒരു എടാ ഞാൻ ഇവിടെ ഉണ്ട്. അപ്പൊ നിങ്ങളുടെ എല്ലായിടത്തും എനിക്കൊരു ഹാപ്പി ന്യൂസ് ഷെയർ ചെയ്യാനുണ്ട്. ഇത്രയും നാള് ടിവിയുടെ ഓസിയാണ്, ലൈക്ക് ടിവിയുടെ ഹയസ്റ്റ് പീക്ക് വാച്ചിങ് എന്ന് പറയണത് 26K ആയിരുന്നു, അതും യൂട്യൂബില്. ആൻഡ് ഇന്ന് നമ്മളത് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇത് 30,000 ലൈവ് വാച്ചിങ്. അയ്യോ, ഞാനിപ്പോ അവരെ വിളിച്ചു. അപ്പൊ എനിക്ക് സംശയം, കാരണം ഞാൻ വിളിച്ചു ചോദിച്ചു അവരെ ഇപ്പോ. ഇല്ലേ, എനിക്ക് അറിഞ്ഞൂടാ. അയ്യോ, താങ്ക് യു സോ മച്ച്. നേരത്തെ തോന്നിയില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. എടാ ടിവിയിൽ എല്ലാവർക്കും താങ്ക് യു. ഇങ്ങനെ ഒരു വേഴ്സ്റ്റ് ടൈമിൽ കൂടെ നിന്ന് എല്ലാവരുടെ ഒരുപാട് നന്ദി. താങ്ക് യു. എടാ നമുക്കത് ഇവരോടൊന്ന് സംസാരിച്ചാലോ? MG3 എടുത്ത് അവരുടെ അടുത്തൊന്ന് സിറ്റുവേഷൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യോടാ. സിറ്റുവേഷൻ പേടിയുണ്ട്.